അയോധ്യയിൽ ആശയക്കുഴപ്പമുണ്ടോ കോൺഗ്രസിന്? ആശയക്കുഴപ്പമുണ്ടെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളടക്കം നമ്മുടെ മുന്നിലേക്ക് വന്നു നിൽക്കുമ്പോൾ കോൺഗ്രസിനുള്ളിൽ ഇക്കാര്യത്തിൽ നിശ്ചയമായും ആശയക്കുഴപ്പമുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ AICC ജനറൽ സെക്രട്ടറി അവിനാഷ് പാണ്ഡെ, ഉത്തർപ്രദേശിലെ കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അയോധ്യയിലേക്ക് എത്തിയിരിക്കുന്നത്. നാളെയാണ് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാൺ പ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾക്ക് തുടക്കമാകുന്നതിന്. അതിന് തൊട്ട് തലേ ദിവസമാണ് ഈ സംഘം അവിടെ സന്ദർശനത്തിനായി എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ബീഹാർ, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ ഇവിടങ്ങളിലെ PCCകളിൽ നിന്നുള്ളവർ വരും ദിവസങ്ങളിൽ അയോധ്യയിലേക്ക് എത്തും എന്നതും കേൾക്കുന്നുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധി അയോധ്യയിലേക്ക് വരണം എന്ന് ചിലർ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ അജയ് റായ്ക്കൊപ്പം ഉണ്ടായിരുന്നത് ദീപേന്ദർ ഹൂഡ, സുപ്രിയ ശ്രീനാഥെ തുടങ്ങിയവരാണ്. ഇവർ ആദ്യം സരയൂ നദിയിൽ സ്നാനം നടത്തുന്നു. അതിനുശേഷം ഹനുമാൻ ഗഡിയിലേക്ക് പോകുന്നു, പ്രാർത്ഥനകൾ നടത്തുന്നു. പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നു. അതൊരു പൊളിറ്റിക്കൽ ഇവന്റ് ആണ് എന്ന് കഴിഞ്ഞയാഴ്ച പറഞ്ഞ ആ നിലപാടിൽ നിന്നുള്ള ഒരു കടകം മറിച്ചിൽ തന്നെയാണ്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു മലക്കം മറിച്ചിലാണ് ഇന്നിപ്പോൾ ഇവരുടെ അവിടെയുള്ള സാന്നിധ്യത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം. അവിടെ സൗണ്ട് ബൈറ്റ് കൊടുത്തിരിക്കുന്നത് രാമരാജ്യം കൊണ്ടുവരുന്നതിനെ പറ്റിയാണ്. അതായത് എന്താണോ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, RSS പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിനെ തന്നെ ആവർത്തിക്കുന്ന കോൺഗ്രസ് സംഘത്തെയാണ് ഇന്ന് നമ്മൾ അയോധ്യയിൽ കാണുന്നത്. പൊളിറ്റിക്കൽ ഇവന്റ് എന്ന് പറഞ്ഞവർക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആ നിലപാടിൽ നിന്ന് പിന്നോക്കം പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? വ്യക്തിപരമായി പോകാം എന്നായിരുന്നല്ലോ പറഞ്ഞത്. പക്ഷേ ഇതൊരു കോൺഗ്രസ് സംഘമാണ് പോയിരിക്കുന്നത്, വ്യക്തിപരമായിട്ടല്ല അവിടുത്തെ യാത്ര. ഇവിടെ ദീപകിന്ദർ ഹൂഡയുടെ പ്രതികരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ആ സരയൂ നദിയിലെ സ്നാനത്തിന്റെ ചിത്രങ്ങളടക്കം ANI പുറത്തുവിട്ടിട്ടുണ്ട്. അവിനാഷ് പാണ്ഡെ, ദീപേന്ദർ ഹൂഡ, അജയ് റായ്, ഒപ്പം മറ്റു പാർട്ടി നേതാക്കൾ, അണികൾ, ഇവരെല്ലാവരും ചേർന്ന് സരയൂവിൽ സ്നാനം നടത്തുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് പറഞ്ഞതിൽ നിന്ന് പിന്നോക്കം പോകുമ്പോൾ ഇവരോട് ഉള്ള ചോദ്യങ്ങൾക്ക് ഇവർ പറയുന്നത്, ദീപേന്ദർ ഹൂഡ പറഞ്ഞു, മകരസംക്രാന്തിയാണ്, മകരസംക്രാന്തിക്ക് ഞാൻ ഇവിടെ വരുന്ന ഒരു പതിവുണ്ട്, അതുകൊണ്ട് ഇത്തവണയും ഞാൻ അത് മുടക്കിയില്ല, ഇവിടേക്ക് വന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഈ പുണ്യഭൂമിയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. സുപ്രിയ ശ്രീനാഥയോട് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, അയോധ്യ എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിന്റെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു പാരമ്പര്യം കാക്കുന്നതിന്റെ ഭാഗമായി ഞാൻ ഇവിടേക്ക് വന്നതാണ് എന്ന്. പിന്നെ അതുപോലെ ശ്രീരാമന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനെ പറ്റിയൊക്കെയാണ് ഈ നേതാക്കൾ ഓരോരുത്തരും അവരുടെ ഓരോരുത്തരുടെയും സൗണ്ട് ബൈറ്റ്സിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, BJP പറയുന്ന അതേ കാര്യങ്ങൾ മറ്റൊരു ടോണിൽ ഇവർ അവതരിപ്പിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ കോൺഗ്രസിനുള്ളിലുള്ള ആശയക്കുഴപ്പം വളരെ വ്യക്തമാക്കുന്ന പ്രതികരണങ്ങൾ പോലും വന്നു കഴിഞ്ഞിരിക്കുകയാണ്. പൂർവാഞ്ചലിൽ നിന്നാണ് താൻ വരുന്നത്, ലഖ്നൌവിലേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ ഇവിടെ ഹനുമാൻ ഗഡിയിലേക്ക് വരാറുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചില ന്യായവാദങ്ങൾ പിന്നീട് ഇവർ നിരത്തുന്നുമുണ്ട്. പക്ഷേ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഈ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിലെ ഇൻവിറ്റേഷൻ നിരസിക്കുമ്പോൾ പറഞ്ഞത് എന്താണ്? ഇതൊരു രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ചടങ്ങാണ്. അങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരു ചടങ്ങ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം 16-ാം തീയതി ചടങ്ങുകൾ തുടങ്ങാനിരിക്കുമ്പോൾ 15-ാം തീയതി ഇവർ അയോധ്യയിലേക്ക് വരുന്നത് അങ്ങനെ തള്ളിക്കളയേണ്ട ഒന്നല്ല എന്നാണ് ഞാൻ കരുതുന്നത്. രാഷ്ട്രീയമായ ഒരു സന്ദേശം തന്നെ ഈ നേതാക്കളുടെ സന്ദർശനത്തിലൂടെ അവിടെ സംഭവിക്കുന്നുമുണ്ട്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയോട് അവിടേക്ക് വരണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത് എന്തിനാണ്? രാഹുൽ ഗാന്ധി അവിടേക്ക് വരണമെന്ന് പറയുന്നതിന് പിന്നിലും കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. അപ്പോൾ അയോധ്യയിൽ പൂർണ്ണമായും ആശയക്കുഴപ്പം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. കോൺഗ്രസിന് അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. തീരുമാനമെടുക്കുന്നതിലെ ഡിലേ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഏകാഭിപ്രായം ഇതാണ്, പോകുന്നതില്ല, പോകേണ്ടതില്ല, അത് വളരെ ശക്തമായ അഭിപ്രായമാണ്, കോൺഗ്രസിന്റെ സുചിന്തിതമായ നിലപാട്, തെളിച്ചമുള്ള നിലപാട് എന്നൊക്കെ വിലയിരുത്തിയ നമുക്ക് തെറ്റിയോ എന്ന്, അല്ലെങ്കിൽ അങ്ങനെ വിലയിരുത്തിയവർക്ക് തെറ്റിയോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 22-ാം തീയതി പോകില്ലായിരിക്കും. എനിക്ക് ഇക്കാര്യത്തിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴുള്ള എൻ്റെ നിലപാട്, 22-ാം തീയതി പോയില്ലെങ്കിലും തൊട്ടടുത്ത ദിവസം 23-ാം തീയതി മുതൽ ഈ നേതാക്കൾ അവിടേക്ക് പോകാനുള്ള, അതായത് അവിടേക്ക് പോകില്ല എന്ന് പറഞ്ഞ നേതാക്കളടക്കം അവിടേക്ക് പോകാനുള്ള ഒരു സാധ്യത തെളിയുന്നുണ്ട്. അയോധ്യയിലേക്ക് കോൺഗ്രസ് പോകും. ആശയക്കുഴപ്പം ഇക്കാര്യത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു, അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ ഈ സന്ദർശനങ്ങളിലൂടെ ദീപേന്ദർ ഹൂഡ അടക്കമുള്ളവർ ശക്തമായ സന്ദേശം നേതൃത്വത്തിനും നൽകുകയാണ് ഈ പരസ്യ പ്രതികരണങ്ങളിലൂടെ എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ടേക്ക്. Meet the editors.